വ്യത്യസ്ത തരം പാരമ്പര്യങ്ങളാണല്ലേ നമുക്ക് ചുറ്റും. ശരിക്കും ഈ 40-ാം വെള്ളി എന്തിനാണ്? അങ്ങനെ ഒരു ആചരണം കേരള സഭയിലുണ്ടോ? അന്ന് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആചരണം വന്നത്? 40-ാം വെള്ളി ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാലോ. പൗരസ്ത്യ സഭയിൽ 40-ാം വെള്ളി ആയിട്ടാണ് ഇന്നേ ദിവസം ആചരിക്കപ്പെടുന്നത്. 40-ാം വെള്ളി എന്താണെന്ന് നമുക്കറിയാം. പേതൃത്വയ്ക്ക് പിറ്റേന്ന് ആരംഭിക്കുന്ന നോമ്പ് 40 ദിനങ്ങൾ പിന്നിടുന്ന വെള്ളിയാഴ്ചയാണ് 40-ാം വെള്ളി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് കേരള സഭയിൽ കണ്ടുവരുന്ന പൗരസ്ത്യമായ ഒരു ആചരണമാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരാം, എല്ലാ വർഷവും ഇങ്ങനെ നോമ്പിന്റെ 40-ാം ദിവസം വെള്ളിയാഴ്ച ആയിരിക്കുമോ എന്ന്? തീർച്ചയായിട്ടും ആയിരിക്കും. കാര്യം നമുക്കറിയാം, പൗരസ്ത്യ പാരമ്പര്യത്തിൽ നോമ്പ് ആരംഭിക്കുന്നത് അഥവാ വിഭൂതി ദിവസം ഒരു തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നോമ്പിന്റെ 40-ാം ദിനം പൗരസ്ത്യ പാരമ്പര്യത്തിൽ വെള്ളിയാഴ്ച ദിവസമേ വരുള്ളൂ. എന്നാൽ ലത്തീൻ സഭയിൽ വിഭൂതി ബുധനാഴ്ച ദിവസമായതിനാൽ ഇപ്രകാരം എണ്ണിയാൽ 40-ാം വെള്ളി കിട്ടില്ല. എന്നിരുന്നാലും ഉദയംപേരൂർ സുനകദോസിന് മുമ്പ് നിലനിന്നിരുന്നതും പിന്നീട് ലത്തീൻ മിഷണറിമാർ തടസ്സപ്പെടുത്താതിരുന്നതുമായ ഒന്നാണ് 40-ാം വെള്ളി ആചരണം. നോമ്പ് എന്നാൽ പാശ്ചാത്യ സഭകളിലും പൗരസ്ത്യ സഭകളിലും മോശയുടെയും ഈശോയുടെയും 40 ദിവസത്തെ ഉപവാസ ദിനങ്ങളുടെ അനുസ്മരണം കൂടിയാണ്. അതുപോലെ 40-ന് വേറെയും പ്രത്യേകതകൾ ബൈബിളിൽ കാണാം. നോഹയുടെ കാലത്ത് 40 ദിനരാത്രങ്ങൾ മഴ പെയ്തു. ഇസ്രായേൽക്കാർ 40 വർഷം മന്ന ഭക്ഷിച്ച് ജീവിച്ചു. അതുപോലെ നിനവേ നിവാസികൾക്ക് അനുദപിക്കാൻ ദൈവം നൽകുന്നത് 40 ദിനങ്ങളാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സഭയിലെ ആദ്യകാല നോമ്പ് ധനഹാ തിരുനാൾ മുതൽ 40 ദിവസമായിരുന്നു. തുടർന്ന് വരുന്ന കഷ്ടാനുഭവ ആഴ്ച വേറെ നോമ്പും. നോമ്പാചരണം ധനഹാ തിരുനാൾ മുതൽ തുടങ്ങുന്നതിനൊരു കാരണമായി തോന്നുന്നത് ബൈബിളിൽ ഈശോയുടെ ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടൻ പറയുന്ന സംഭവം മരുഭൂമിയിലെ പരീക്ഷയാണ്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ കാണാം, യേശുവിന്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞ് മരുഭൂമിയിലെ പരീക്ഷ എന്ന ഭാഗം ആരംഭിക്കുന്നത് തന്നെ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ്. അതുകൊണ്ടാവാം ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തെ അനുസ്മരിച്ചുള്ള നോമ്പ് ധനഹായിൽ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി കൂടിച്ചേർക്കട്ടെ. ഞാൻ ഈ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ മിക്കപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മരുഭൂമി അനുഭവം ഉണ്ടായിട്ടില്ലേ? ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. മാമോദീസ സ്വീകരിച്ച ജ്ഞാനസ്നാന ജലം തലയിൽ വീണ ഏതൊരു വ്യക്തിയും മരുഭൂമി അനുഭവത്തിലൂടെ പോകേണ്ടവരാണ് എന്ന് ഈ വാക്യങ്ങളിലൂടെ ബൈബിൾ പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. കാര്യം ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോയെ ഉടനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് സുവിശേഷത്തിലൂടെ നാം വായിക്കുന്നത്. നമ്മളപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മാമോദീസായിലൂടെ നമുക്ക് ദാനമായി കിട്ടിയ ആ കനൽ, പരിശുദ്ധാത്മാവാകുന്ന ആ തീയാൽ ഈ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. പിന്നീട് ഈ നോമ്പാചരണം മാറി, അതായത് 40 ദിവസത്തെ നോമ്പ് മാറി വിശുദ്ധവാരത്തിലെ നോമ്പും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടു. പക്ഷേ എന്നാലും ഈജിപ്തിലെ കോപ്റ്റിക് സഭ കുറെ കാലം ഈ രീതി തന്നെയാണ് പിന്തുടർന്ന് പോകുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ആദ്യകാല നോമ്പാചരണം പോലെ തന്നെ ധനഹാ തിരുനാളിൽ തുടങ്ങി 40 ദിവസത്തെ നോമ്പ്, അതുപോലെ ഒരു 40 ആചരണവും അതിൻ്റെ ആഘോഷമായ സമാപനവും 40-ാം വെള്ളിയാഴ്ച നടത്തുന്ന പതിവ് ചരിത്രത്തിൽ എപ്പോഴോ ഒരു കാലഘട്ടത്തിൽ കേരള സഭയിൽ നിലനിന്നിരുന്നു. അതിൻ്റെ ശേഷിപ്പാണ് ചില സ്ഥലങ്ങളിലെങ്കിലും ഇപ്പോഴുള്ള 40-ാം വെള്ളി ചടങ്ങ്. പിന്നീട് 50 നോമ്പെന്ന ഒരുമിച്ചുള്ള നോമ്പാചരണം, ആ ഒരു രീതി സഭയിലെങ്ങും ഏകീകരിക്കപ്പെട്ടു. ലത്തീൻ മിഷണറിമാർ ഇതിന് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. ഇതിന് കാരണമായി പലരും പറഞ്ഞു കേൾക്കുന്നത് നോമ്പിന്റെ മധ്യത്തിൽ 4-ാം ഞായറാഴ്ച നോമ്പിന് ഇളവെടുക്കുന്ന ലത്തീൻ രീതിയോടൊപ്പിച്ചുള്ള ഒരു ആചരണം അവരുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പാതി നോമ്പാചരണം കേരള സഭയിലും കുറെ കാലത്തോളം നിലനിന്നിരുന്നു. അന്നേ ദിവസം ദേവാലയത്തിൽ കുരിശ് പൊതുവണക്കത്തിന് വെച്ച് കുരിശുമുത്തൽ കർമ്മം നടത്തിയിരുന്നതായി ചരിത്രം പറയുന്നു. അതിപ്പോഴും ചില പള്ളികളിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ സീറോ മലങ്കര സഭയിൽ മൊനോർത്തോ അഥവാ ഗോകുൽത്താ സ്ലീബ പാതി നോമ്പിൽ വെക്കുന്ന ഒരു രീതിയുണ്ട്. ഇതേക്കുറിച്ച് MJTV കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതായത് പാതി നോമ്പിൽ വെക്കുന്ന മൊനോർത്തോ ദുഃഖവെള്ളിയിൽ അടക്കുകയും ഈസ്റ്ററിൽ ഉയർത്തുകയും കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം വരെ വണക്കത്തിന് പാത്രമാക്കുകയും ചെയ്യും. അതാണ് രീതി. നസ്രാണി പാരമ്പര്യത്തിൽ 40-ാം വെള്ളിക്ക് ശേഷം വരുന്ന 2 ദിവസങ്ങൾ സന്തോഷത്തിൻ്റെതാണ്. ഒന്ന് നമുക്കറിയാം, കൊഴുക്കോട്ട ശനി. രണ്ടാമത്തേത് ഓശാന ഞായർ. കൊഴുക്കോട്ട ശനി ആചരിക്കുന്നത് ഈശോ ബഥാനിയയിലെ ലാസറിന്റെ ഭവനം സന്ദർശിക്കുകയും മർത്തായും മറിയവും കർത്താവിനെ സൽക്കരിക്കുകയും ചെയ്ത ദിനം എന്ന ഓർമ്മയിലാണ്. ഈശോ ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ ഓർമ്മയിൽ ലാസറസ് ഫ്രൈഡേ, ലാസറസ് സാറ്റർഡേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മറ്റൊരു വ്യാഖ്യാനമുള്ളത് ഈശോയുടെ ഉത്ഥാനത്തെ കൂടി ഇവിടെ അനുസ്മരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 40 ദിവസത്തെ മുടങ്ങാതെയുള്ള ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഈ 40-ാം വെള്ളിയിൽ ഈശോയുടെ ഉത്ഥാനം ഓർമ്മിക്കുകയാണ്. ലാസറിനെ ഉയർപ്പിച്ചത് വഴി ഈശോയുടെ ഉത്ഥാനത്തെ ലക്ഷ്യമാക്കുകയാണ്. അതുപോലെ കൊഴുക്കോട്ട ഉണ്ടാക്കുന്നത് വഴി മറിയം ഉപയോഗിച്ച സുഗന്ധക്കുപ്പിയുടെ ചുവട് ഭാഗത്തെ ഓർമ്മിക്കുകയാണ് എന്നും കോഴിക്കോട്ടയ്ക്കുള്ളിൽ നിറയ്ക്കുന്ന ശർക്കരയും സുഗന്ധവർഗ്ഗങ്ങളും സൂചിപ്പിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെയും ആ രക്ഷാകര പദ്ധതിയുടെയും മധുരം നാം ഗാർഹികമായി അനുസ്മരിക്കുകയാണ് എന്നുമൊക്കെയുള്ള പാരമ്പര്യങ്ങളുണ്ട്. അങ്ങനെ ഈശോയുടെ 40 നോമ്പിനെ അനുസ്മരിച്ച് നോമ്പ് നോറ്റ ശേഷം കഷ്ടാനുഭവ ആഴ്ചയിൽ നോമ്പിന്റെ മറ്റൊരു തലത്തിലേക്ക് വിശ്വാസികൾ കടക്കുന്നു. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ 40-ാം വെള്ളിയിലെ സുവിശേഷ വായന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നൽകുന്ന വിവരണം അനുസരിച്ച് ഈശോയുടെ കുരിശുമരണത്തിന്റെ ഏറ്റവും അടുത്ത കാരണം ഈ സംഭവമായിരുന്നല്ലോ.
അതുകൊണ്ട് തന്നെ പാപത്തിന് മരിച്ച മനുഷ്യനെ ഉയർപ്പിച്ച് പാപപരിഹാരാർത്ഥം സ്വയം മരണത്തിന് വിട്ടുകൊടുക്കുന്ന കർത്താവിനെ ധ്യാനിക്കുന്ന ദിവസമായി 40-ാം വെള്ളിയെ കണക്കാക്കാം. ഇന്ന് കേരള സഭയിൽ 40-ാം വെള്ളിക്ക് പ്രാദേശികമായ പ്രാധാന്യമേ ഉള്ളൂ. പ്രത്യേകിച്ച് കടുത്തുരുത്തി ഭാഗങ്ങളിലൊക്കെ അറുന്നൂറ്റിമംഗലം അതിന് പ്രസിദ്ധമാണല്ലോ. അതുപോലെ 40-ാം വെള്ളിയുടേതായ പ്രത്യേക പ്രാർത്ഥനകളൊന്നും സീറോ മലബാർ സഭയിലില്ല. എന്നാലും 40-ാം വെള്ളിയുടെ അന്ന് കുരിശിൻ്റെ വഴിയും നോമ്പിൻ്റെ പ്രാർത്ഥനകളുമൊക്കെയായി തീർത്ഥാടനങ്ങൾ നടത്തുന്ന പതിവ് ചില സ്ഥലങ്ങളിലുണ്ട്.